അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരാൾ എന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നീയാണോ അൽഹസയ്ക്ക് വരാൻ നിൽക്കുന്ന പയ്യൻ, നീയാണോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ ഞാനാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ പോരി, നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു. അദ്ദേഹം അൽഹസ എന്ന സ്ഥലത്ത് നിന്ന് ദമാമിലേക്ക് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വന്ന ആളാണ്, ഒരു ഡ്രൈവറാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി. അദ്ദേഹം എന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. നാട്ടിൽ എന്തായിരുന്നു വർക്ക്, ഇതിനു മുമ്പ് എന്ത് വർക്ക് ചെയ്തു, എന്താണ് പഠിച്ചത്, വീട്ടിലായിരിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം വർഷങ്ങളോളായിട്ട് പ്രവാസ ലോകത്തുള്ള ആളാണ്. എന്നെ നെട്ടിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാല്, എന്നോട് പറഞ്ഞ്, ഞാന് വൈഫൈ കണക്ട് ചെയ്ത് തരണം, ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിക്കോ, വീടുകളിൽ ഒന്ന് വോയിസ് വിട്ടോ, മെസ്സേജ് അയച്ചോ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. കാരണം 2 ദിവസം മുമ്പ് തൃശ്ശൂരുള്ള ഒരു ഏട്ടനോട് ഞാൻ വൈഫൈന്റെ പാസ്വേഡ് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കാര്യം എന്നോട് ഇത് കേട്ടപ്പോ ഞാൻ സത്യത്തിൽ നെട്ടിപ്പോയി. അദ്ദേഹം കോഴിക്കോട് കൊടുവള്ളിയുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്ന സമയം ഒരു വൈകുന്നേര സമയമാണ്. പോകുന്ന പോക്കിൽ നേരെ ഒരു പമ്പിൽ കയറി. 2 മണിക്കൂർ യാത്ര ഉണ്ട് അൽഹസയ്ക്ക്, ദമാമിന്ന് അൽഹസയ്ക്ക്. ഒരു പമ്പിൽ കയറിയിട്ട് നിസ്കരിച്ചു. എനിക്ക് ചായയൊക്കെ വാങ്ങി തന്നു, അതിന്റെ കടികളൊക്കെ വാങ്ങി തന്നു. ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് പൈസ അല്ല, ഈ ചായയും കടിക്കൊന്നും വലിയ പൈസ ഒന്നും ഇല്ല, അത് എനിക്കൊന്നും തരേണ്ട ഒരു ആവശ്യമില്ല, ഇത് കുടിച്ചു പറഞ്ഞു. നല്ല സ്വഭാവമുള്ള ആളായിരുന്നു. അങ്ങനെ അൽഹസയിൽ എത്തിയപ്പോ രാത്രി ആയിട്ടുണ്ട്.